ഏതാണ്ട് 2050 വരെയുള്ള വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. ശബരിമല, പമ്പ, പരമ്പരാഗത പാത, നിലക്കൽ എന്നിവയുടെ സമഗ്ര വികസനമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത്. ശബരിമല സന്നിധാനത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ മാനിച്ചുകൊണ്ടാണ് ലേഔട്ട് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം സുരക്ഷയും സൗന്ദര്യാത്മക മെച്ചപ്പെടുത്തലുകളും ലേഔട്ട് പ്ലാൻ ഉറപ്പാക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിക്ക് അനുസൃതമായ മാർഗനിർദ്ദേശങ്ങളും സവിശേഷതകളും ലേഔട്ട് പ്ലാൻ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ശബരിമല സന്നിധാനത്തിൻ്റെ വികസനത്തിനായി 2022-2027 വരെയുള്ള ആദ്യഘട്ടത്തിന് 647 ലക്ഷം രൂപയും 2028-2033 വരെയുള്ള രണ്ടാം ഘട്ട വികസനത്തിന് 100 കോടി 2 ലക്ഷം രൂപയും 2034-2039 വരെയുള്ള മൂന്നാം ഘട്ടത്തിന് 77 കോടി 68 ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ 718 കോടി 17 ലക്ഷം രൂപയാണ് ലേഔട്ട് പ്ലാൻ പ്രകാരം ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. ശബരിമല തീർത്ഥാടനത്തിലുള്ള ഒരു ട്രാൻസിറ്റ് ക്യാമ്പായിട്ടാണ് പമ്പയെ ലേഔട്ട് പ്ലാനിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് കയറുന്നതിനും സന്നിധാനത്ത് നിന്ന് തിരിച്ചിറങ്ങുന്നതിനും ഒരു പ്രത്യേക സർക്കുലേഷൻ റൂട്ട് പിന്തുടരുന്നുവെന്ന് ഉറപ്പാക്കി അതുവഴി ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന തിരക്ക് ഒഴിവാക്കുവാനുതകുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ലേഔട്ട് പ്ലാൻ പ്രകാരം പമ്പയുടെ വികസനത്തിനായി 2022-2027 വരെയുള്ള ആദ്യഘട്ടത്തിന് 184 കോടി 75 ലക്ഷം രൂപ, 2028-2033 വരെയുള്ള രണ്ടാം ഘട്ടത്തിന് 22 കോടി 73 ലക്ഷം രൂപ, അങ്ങനെ ആകെ 207 കോടി 48 ലക്ഷം രൂപ. ട്രക്ക് റൂട്ടിൻ്റെ വികസനത്തിന് 2022-2025 വരെയുള്ള ആദ്യഘട്ടത്തിന് 32 കോടി 88 ലക്ഷം രൂപ, 2024-26 വരെയുള്ള രണ്ടാം ഘട്ടത്തിന് 15 കോടി 9 ലക്ഷം രൂപ, അങ്ങനെ ആകെ 47 കോടി 97 ലക്ഷം രൂപയുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സന്നിധാനം, പമ്പ, ട്രക്ക് റൂട്ട് എന്നിവയുടെ വികസനത്തിനായി ലേഔട്ട് പ്ലാനുകൾ പ്രകാരം ആകെ ചെലവ് കണക്കാക്കിയിരിക്കുന്നത് 1033 കോടി 62 ലക്ഷം രൂപയാണ്. ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി 2025-2030 കാലയളവിൽ 314 കോടി 96 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ശബരിമല തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളത്. പമ്പ ഗണപതി ക്ഷേത്രം മുതൽ പമ്പ ഹിൽ ടോപ്പ് വരെ പമ്പാ നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന സുരക്ഷാ പാലം, നിലക്കൽ ഇടത്താവളത്തിലെ കോർ ഏറിയയുടെ വികസനം, കുന്നാറിൽ നിന്നും ശബരിമല സന്നിധാനത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ, നിലക്കൽ ഇടത്താവളത്തിലെ റോഡുകളുടെയും അനുബന്ധ പാലങ്ങളുടെയും നിർമ്മാണം, ശബരിമല സന്നിധാനത്തെ തീർത്ഥാടന സൗകര്യ കേന്ദ്രം, തന്ത്രിമഠം, പ്രസാദ നിർമ്മാണ വിതരണ സമുച്ചയം ഇവയുടെ നിർമ്മാണം, ശബരിമല സന്നിധാനത്ത്
അഗ്നിശമന സംവിധാനങ്ങൾ ഏർപ്പെടുന്ന പ്രവൃത്തി, കൂടാതെ ശബരിമല സന്നിധാനത്തെ തീർത്ഥാടക നിർഗമന പാലം, നിലക്കൽ ഇടത്താളങ്ങളുടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും പരിപാലനവും, ഇവയ്ക്കെല്ലാം വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു തുറന്ന ചർച്ച നടത്തുന്നതിൽ ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്നവർ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ എതിർക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് എല്ലാവരെയും ഉൾക്കൊണ്ട് അവരെയെല്ലാം ചേർത്ത് പിടിച്ചുമാണ് നമ്മൾ ശബരിമലയുടെ വികസനം ഉറപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. ഈ അയ്യപ്പ സംഗമത്തിന് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പാതീരത്ത് തിരിതെളിഞ്ഞ് തുടർച്ചയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും ഒട്ടുമിക്ക എല്ലാ വിഷയങ്ങൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഗമം ഉയർന്ന വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രി ആ വേദിയിൽ ഒരുപക്ഷെ മറുപടി പറയുമോ എന്ന ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷേ മറുപടി പറഞ്ഞു. ഒരുപക്ഷെ വേണമെങ്കിൽ രാഷ്ട്രീയമായ മറുപടി എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിൽ രാഷ്ട്രീയമായ മറുപടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വേദിയിൽ പറഞ്ഞു. അവർ യഥാർത്ഥ അയ്യപ്പ ഭക്തരല്ല, ഭക്തി പരിവേഷമായി അണിയുന്നവരാണ്, അവർക്ക് പ്രത്യേക അജണ്ട ഉണ്ടാകും, യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഗീതയിൽ യഥാർത്ഥ ഭക്തരുടെ ലക്ഷണങ്ങൾ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവനാണ് ഭക്തൻ എന്ന ഗീതാവാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. വിശ്വാസങ്ങൾക്കപ്പുറം എല്ലാവരും ഒരുമിച്ചെത്തുന്ന ഇടമാണ് ശബരിമല. അവിടെ സർവധർമ്മ സമഭാവനയുടെ കേന്ദ്രമാണ്. പുരാണങ്ങളും ചാന്തോക്യോപനിഷത്തും ഗീതയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം ഒരുപക്ഷെ നമ്മൾ അങ്ങനെ സാധാരണഗതിയിൽ കേൾക്കാറുള്ളതല്ല. പക്ഷേ പുരാണങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. തത്വമസി എന്ന ശബരിമലയുടെ ആപ്തവാക്യം മുഖ്യമന്ത്രി ആ വേദിയിൽ പറഞ്ഞു. ഭക്തി ഉയർത്തിപ്പിടിക്കുന്നവരുടെ സംഗമമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാവരും ഒന്ന് എന്ന ബോധം തെളിയിക്കുകയാണ് ശബരിമലയുടെ സന്ദേശം എന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു. ചട്ടമ്പി സ്വാമിയും നാരായണ ഗുരുവും രമണ മഹർഷിയും നമുക്ക് പകർന്നുന്ന പാഠമാണ് അതെന്ന് പറഞ്ഞു. പിന്നീട് ശബരിമല റെയിൽപാതയെക്കുറിച്ചും അതിനുശേഷമുള്ള ന്യൂനപക്ഷ സംഗമത്തെ പറ്റിയും ഈ സമയത്തുണ്ടായ ഒട്ടുമിക്ക എല്ലാ വിവാദങ്ങൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ മറുപടി പറഞ്ഞു. ന്യൂനപക്ഷ സംഗമം എന്നുള്ളത് 33 പരിപാടികളിൽ വിഷൻ 2031 എന്ന ലക്ഷ്യത്തിൽ 33 കോൺക്ലേവ് അല്ലെങ്കിൽ സംഗമങ്ങളിൽ ഒന്ന് മാത്രമാണ് ന്യൂനപക്ഷ സംഗമം. 2031 എന്ന് പറയുന്നത് ഐക്യകേരളത്തിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ്. അപ്പോൾ 2031 കേരളം എങ്ങനെ ചിന്തിക്കണം എന്നാലോചിക്കുന്ന പല പരിപാടികൾ ഒന്ന് മാത്രമാണ് ന്യൂനപക്ഷ സംഗമം. അത് അയ്യപ്പ സംഗമത്തിന് ബദൽ എന്ന് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വേദിയിൽ പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.